കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടലെ നവകം ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകങ്ങൾ. ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ ഒരു തിളക്ക. കസവിന്റെ തിലകങ്ങളും മാലകളും ഒക്കെ ആയിട്ട് നല്ല തിളക്ക. ശ്രീലകത്തേക്ക് നോക്കിയാൽ നെയ്വിളക്കര ശോഭയിൽ ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുക. പൊന്നുണ്ണിക്കണ്ണൻ ഒരു പൊന്നൂഞ്ഞാലിന്റെ മുകളിലാണ് ഇരിക്കണത്. പൊന്നും പടിയുമ്പോൾ ഇരുന്നിട്ട് കാല് തൂക്കിയിട്ടിട്ടായിരിക്കണേ. ആ തൂക്കിയിട്ട് രണ്ട് കാലുമിലും പൊൻതളകൾ കാണാം കേട്ടോ. പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. തടിച്ചൊരു മിടുമിടുക്കനൊരു ഉണ്ണി അരയിൽ ഓടക്കോഴിൽ തിരികെ വെച്ചിട്ടുണ്ട്. ഈ കിങ്ങിണിയുടെ മോളൊന്ന് ഞാത്തുകൾ പോലെ ഇങ്ങനെ അങ്ങനെ വള്ളി വള്ളി പോലെ ആയിട്ട് കസവിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. രണ്ട് കാലിൻ്റെ മുട്ട് വരി ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കണത്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ ഒരു മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തി ഒക്കെ നല്ല വീതിയിലെ കസവിൻ്റെ ഒട്ടിച്ചിരിക്കുന്നുണ്ട്. അത് കാരണം നല്ല തിളക്ക ശ്രീലകത്തേക്ക് നോക്കിയാൽ. രണ്ട് കൈ കൊണ്ട് കൂടിയതാ ഊഞ്ഞാൽ വള്ളി മുറുകെ പിടിച്ചിട്ട് ഇരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ. ഒരു മിടുക്കനായിട്ട് ഒരു തടിച്ചൊരുണ്ട് നല്ല കൗതുകമുള്ള ഒരു ഉണ്ണി. രണ്ട് ഊഞ്ഞാൽ വള്ളികൾ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഊഞ്ഞാലാടാൻ തയ്യാറായി കൊണ്ടിരിക്കുക. മെല്ലെ ഇങ്ങനെ അട്ടി കൊടുക്കുകയുണ്ട്. അത്ര രസമായിട്ടിരിക്കണം ഒരു ഉണ്ണിക്കണ്ണൻ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിയിൽ സ്വർണ്ണ ഗോപി, അതൊക്കെ നല്ല കൗതുകമുണ്ട്. നെറ്റിയിൽ സ്വർണ്ണ ഗോപിയൊക്കെ ഇങ്ങനെ അതൊക്കെ തിളങ്ങി തന്നെയാണ്. അതുപോലെ പീലി ചാർത്തിയിട്ടുണ്ട്. കളഭം കൊണ്ട് പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതും നല്ല കൗതുകമുണ്ട്. രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിയിരിക്കുന്നത്. നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കണം ഊഞ്ഞാലും ഇരിക്കണം. ആ സന്തോഷം മുഴുവൻ ആ മുഖത്തുണ്ട്. കണ്ണന് രണ്ട് തിരുമുടി മാലകൾ, ഒന്ന് തെച്ചിയും തുളസിയായിട്ടുള്ളത്, ഒന്ന് വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളത് ഒന്ന്. അങ്ങനെ രണ്ട് തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഒന്ന് താമര, ചുവന്ന താമരയും തുളസിയായിട്ടുള്ളൊരു ഒരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചി പൊട്ട് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ തുളസി അതിന് ഇടകലർന്ന് അങ്ങനെ രണ്ട് ഉണ്ടമാലയും രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിരിക്കുന്നത്. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ശ്രീലകത്തിരിക്കുന്നത് കേട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. അതുപോലെ ആ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് നാലഞ്ചുണ്ട മാലകൾ ചാർത്തിയിട്ടുണ്ട്. താമരയും തുളസിയായിട്ട് ഒരെണ്ണം, പിന്നെ തെച്ചിപ്പൂവും തുളസിയായിട്ട് ഒരെണ്ണം, പിന്നെ കണ്ണനപ്പുഴ ഇവിടെ തുളസിപ്പൂ കൊണ്ടുള്ള രണ്ട് മൂന്നെണ്ണം, അങ്ങനെ നാലഞ്ചുണ്ട മാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. പൊന്നുണ്ണി കണ്ണ് നല്ല സന്തോഷത്തോടു കൂടി ഊഞ്ഞാലാടാൻ തയ്യാറായിട്ടാണ് നിൽക്കണേ. നമ്മളെ മനസ്സിലിങ്ങനെ വിചാരിച്ചാൽ തന്നെ ഒരു സന്തോഷം. അങ്ങനെ അത്ര കൗതുകത്തിലായിരിക്കണത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ, കൈവടിയരുതേ, ഭക്തി ഉണ്ടാക്കി തരുന്ന പ്രാർത്ഥനയോടുകൂടി കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ രണ്ട് കുഞ്ഞിക്കാലുകൾ ആ ഊഞ്ഞാൽമേൽ ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ആ രണ്ട് തൃപ്പാദം മുറുകെ പിടിക്കുക. ആ രണ്ട് തൃപ്പാദം നമുക്ക് ഭക്തന്മാരായ നമുക്കുള്ളതാണ്. ആ മുറുകെ പിടിച്ച ആ തിരുമുഖം നോക്കിയാൽ എന്താ പുഞ്ചിരി. അങ്ങനെ ശ്രീലകത്ത് ഇങ്ങനെ തിളങ്ങി നിൽക്കണ ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.